ഇത്തിൾ ചെടികൾ പോലെ ചില മനുഷ്യരുണ്ട്. ഒറ്റയ്ക്ക് മണ്ണിൽ നിന്ന് പടർന്നു കയറാനാകാതെ വരുമ്പോൾ മറ്റു മനുഷ്യരുടെ വെള്ളവും വളവും ഊറ്റിക്കുടിക്കുന്നവർ, ഉയരങ്ങൾ അതിവേഗം കീഴടക്കാൻ ശ്രമിക്കുന്നവർ. പേരുപോലെ തന്നെ പാരാസൈറ്റ് എന്ന കൊറിയൻ ചിത്രം പറയുന്നത് പരാശ്രയ ജീവികളുടെ കഥയാണ്. രണ്ട് വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന രണ്ട് കുടുംബങ്ങളുടെ കഥ പറയുന്നതാണ് പാരാസൈറ്റ് എന്ന സിനിമ. എങ്കിലും ചിത്രം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് നാം കാണാതെ പോകരുത്. നമ്മുടെ മലയാള സിനിമകളിൽ കാലങ്ങളായി കണ്ടുവരുന്നതാണ് ഗുണ്ടകളും കുറ്റവാസനയുള്ളവരും എപ്പോഴും കറുത്തവരും തെരുവുകളിൽ നിന്നും ചേരികളിൽ നിന്നും ഉള്ളവരായിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതി. ഒരുപക്ഷെ അതിൻ്റെ കൊറിയൻ പതിപ്പായി പാരാസൈറ്റിനെ നമുക്ക് കാണാം. ഇന്ത്യൻ ഭരണകർത്താക്കളുടെ ചൂഷണങ്ങൾ കാണാതെ, അല്ലെങ്കിൽ കണ്ടിട്ടും കാണാത്ത പോലെ നടിച്ച് അവർക്ക് വേണ്ടി സ്തുതി പാടുന്ന ഇന്ത്യൻ മാധ്യമങ്ങളെ പോലെയാണ് പാരാസൈറ്റും. മുതലാളിത്ത വർഗത്തിൻ്റെ ചൂഷണങ്ങൾ കാണാതെ അടിസ്ഥാന വർഗത്തെ അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തെ മോശക്കാരായി ചിത്രീകരിക്കുന്ന ഒരു മുതലാളിത്ത ചിത്രമാണ് പാരാസൈറ്റ് എന്ന് തോന്നും. ചിത്രത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ സംവിധായകൻ നമ്മൾ അറിയാതെ നമ്മളിലേക്കും ഈ ചിന്താഗതി കുത്തിവെക്കുന്നുണ്ട്. സമൂഹത്തിൽ ഏറെ താഴെത്തട്ടിൽ ജീവിക്കുന്ന, ഓരോ ദിവസവും വളരെ ബുദ്ധിമുട്ടി തള്ളി നീക്കുന്ന കിങ് കുടുംബത്തെ വളരെ മോശമായിട്ടാണ് ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഇടയിലും ഇത്തരം കുടുംബങ്ങളുണ്ട്. ഒരുപക്ഷെ ലോകത്തിൽ പകുതിയിലേറെയും ഇത്തരം താഴെത്തട്ടിലുള്ള സാധാരണക്കാരാണ്. തൊഴിലാളി വർഗം കള്ളന്മാരും നീചന്മാരും പണത്തിനും പദവിക്കും വേണ്ടി കൊലപാതകം വരെ ചെയ്യുമെന്നൊക്കെ ചിത്രീകരിക്കുന്ന സംവിധായകൻ മുതലാളിത്ത വർഗം നല്ലവരും നിഷ്കളങ്കരും സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരും ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നവരും ഒക്കെയായി ചിത്രീകരിക്കാൻ മറന്നിട്ടില്ല. ചിത്രത്തിൻ്റെ അവസാനം കിം കുടുംബം എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിലൂടെ അടിസ്ഥാന വർഗം എന്തൊക്കെ ചെയ്താലും മുതലാളി വർഗത്തിൻ്റെ കാൽക്കീഴിൽ തന്നെയായിരിക്കും അവസാനമെന്ന് തന്നെയാണ് സംവിധായകൻ പാരാസൈറ്റിലൂടെ കാണിക്കുന്നത്.